അസ്സലാമു അലൈക്കും. കുറച്ച് ദിവസം മുന്നേ ഇവിടെ എല്ലാവർക്കും ഇങ്ങനെ പനിയായിരുന്നു. എല്ലാവർക്കും അല്ല, സുർജി, ആദം, അയാൻ ഇവർക്ക് മൂന്നുപേർക്കുമാണ് പനിയായത്. ആദ്യം സുർജിക്ക് വന്നു, പിന്നെ അത് ആദമിനായി, പിന്നെ അയാനായി, പിന്നെ ഹൈസാനെയും ഐഷുവിനെയും അപ്പുറത്തൊക്കെ ആക്കി അങ്ങനെ മാനേജ് ചെയ്ത് നൈസായിട്ട് നിർത്തിയിരുന്നതുകൊണ്ട് അവർക്ക് രണ്ടുപേർക്കും ഭാഗ്യത്തിന് പനിയായിട്ടില്ല. മാറി മാറി കരച്ചിലാണ്. രാവിലത്തെ സീൻ ഇങ്ങനെയൊക്കെയാണ്. ഒരാൾ കരച്ചിൽ നിർത്തുമ്പോൾ മറ്റേ ആൾ തുടങ്ങും, പിന്നെ അടുത്ത അത് നിർത്തുമ്പോഴത്തേനും മറ്റേ ആൾ തുടങ്ങും. അങ്ങനെയാണ് ഇവിടെ. പിന്നെ ഹൈസക്ക് ഇപ്പോൾ അത്യാവശ്യം സംസാരിക്കാനൊക്കെ ആയിട്ടുണ്ട്. ഉമ്മ, വാപ്പ, താത്ത, അല്ല എന്നൊക്കെ പറയും. ചെറുതായിട്ട് വലിയ വ്യക്തതയായിട്ടൊന്നുമില്ല, താത്ത എന്നൊക്കെ നല്ല രീതിയിൽ പറയും. പക്ഷെ ബാക്കിയൊന്നും ക്ലിയർ ആയിട്ടില്ല. കേട്ടില്ലേ? ഞാനൊരു വെജിറ്റബിൾ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു, തേങ്ങ ഒന്നും ചേർക്കാതെ ഉള്ളൊരു നല്ലൊരു കറിയാണിത്. എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു കറിയാണ്. ഓക്കെ, നമുക്ക് കറിയിലോട്ട് പോകാം. ഞാൻ നെയ്യാണ് ഉപയോഗിക്കുന്നത്. എണ്ണയാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ എണ്ണ യൂസ് ചെയ്യാം. ഞാൻ കുറച്ചുകൂടി ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ഗീയാണ് എടുത്തത്. പിന്നെ നമ്മൾ സ്ക്വയറായിട്ട് ചെറിയ രീതിയിൽ കൊത്തിയരിഞ്ഞ് സവോളയാണ് എടുക്കുന്നത്. പിന്നെ സവോളയും കറിവേപ്പിലയും കൂടി നല്ല രീതിയിൽ ഈ എണ്ണയിലോ നെയ്യിലോ നല്ല രീതിയിൽ വഴറ്റിയെടുക്കുക. ബ്രൗൺ കളർ ആവണ്ട, ജസ്റ്റ് ഒന്ന് വാടി ഒന്ന് കുക്കായി കിട്ടുന്ന പരുവത്തിന് എടുത്താൽ മതി. എന്നിട്ട് നല്ല രീതിയിൽ കുക്കായതിന് ശേഷം നമ്മുടെ വെജിറ്റബിൾസ് ഏതൊക്കെയാണ് കയ്യിലുള്ളതെന്ന് വെച്ചാൽ, എല്ലാ വെജിറ്റബിൾസും അങ്ങനെ ഇടരുത്. ഞാനിവിടെ ഇടുന്നത് ഗ്രീൻ പീസും ഫ്രോസൺ ആണ് ഇട്ടിരിക്കുന്നത്, അതുകൊണ്ട് പെട്ടെന്ന് കുക്കായി കിട്ടും. ഗ്രീൻ പീസ്, പിന്നെ ക്യാരറ്റ്, പിന്നെ പൊട്ടാറ്റോ ആണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇത്രയും ഈ വെജിറ്റബിൾസ് ആയിരിക്കും നല്ലതിടാൻ. കോളിഫ്ലവർ ഒക്കെ ഉണ്ടെങ്കിൽ ഇടാം കേട്ടോ. ഞാൻ ഇത്രയാണ് ഉണ്ടാക്കുന്നത്. അത് അടച്ചു വെച്ച് കുക്കാകുമ്പോഴത്തേനും നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കേണ്ടതുണ്ട്. 2 തക്കാളി, പച്ചമുളക് 3-4 എണ്ണം, പിന്നെ കാഷ്യൂസ്, ഇഞ്ചി, വെളുത്തുള്ളി, ഇതെല്ലാം കൂടി ഇച്ചിരി അരയാൻ പാകത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തെടുക്കണം എന്ന് വെച്ചാൽ നല്ല രീതിയിൽ അരച്ചെടുക്കണം. ഒരുപാട് വെള്ളം ഒഴിക്കണ്ട, കാരണം തക്കാളിയിൽ തന്നെ അത്യാവശ്യം വെള്ളം ഉണ്ടാവും. അപ്പം അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു കുറച്ച് വെള്ളം മാത്രം മതിയാവും. അപ്പോൾ വെജിറ്റബിൾസൊക്കെ കുക്കായിട്ടുണ്ടാവും. ഈ സമയത്ത് നമുക്ക് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ അരപ്പുണ്ടല്ലോ, നമ്മളിപ്പോൾ ആ ഒരു മിക്സ്, തക്കാളിയൊക്കെ ആക്കിയിട്ടുള്ള ആ ഒരു മിക്സില്ലേ, അത് ഇതിലോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഇച്ചിരി ഇപ്പം വെള്ളം ഒന്നും ഒഴിക്കണ്ട. നല്ല രീതിയിൽ ഈ വെജിറ്റബിൾസിലോട്ട് ഈ ഒരു കൂട്ട് നല്ല രീതിയിൽ യോജിപ്പിച്ച് മിക്സ് എടുക്കണം. ഒന്ന് തിളച്ച് വരുമ്പോൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ ഇച്ചിരി ഗരം മസാല, ഇതെല്ലാം കൂടി ചേർത്ത് ഒന്ന് ഇട്ട് കൊടുക്കുക. ഞാൻ എല്ലാത്തിൻ്റെയും അളവ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം കേട്ടോ. എന്നിട്ട് ഈ മസാലപ്പൊടികളെല്ലാം കൂടി ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് നല്ല രീതിയിലൊന്ന് ചെറുതായിട്ടൊന്ന് തിള വരണം. തിള വന്നതിന് ശേഷം നമുക്ക് പിന്നീട് വേണ്ടത് തൈരാണ്. കട്ടത്തൈരാണ് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത്, അതുകൊണ്ട് ഞാനത് ആഡ് ചെയ്തു. ലൂസായിട്ടുള്ള തൈരാണെങ്കിലും കുഴപ്പമില്ല, കുറച്ചുകൂടി ഗ്രേവി ആയിട്ട് നമുക്ക് കിട്ടും. എൻ്റെ നല്ല തിക്കായിപ്പോയി, അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കൂടി കുറച്ച് കഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ തിക്കായിട്ട് എടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒരുപാട് ലൂസായി പോകുന്നത് ശരിയല്ല ഈ കറിക്ക്. അപ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. നമ്മൾ ആഡ് ചെയ്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അത്രയും രുചിയായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു വെജിറ്റബിൾ കറിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കറിയാണിത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര തിക്കായിപ്പോയി, അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം അതിനകത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആൻഡ് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് സമയം കുക്കാവാനുണ്ട്. അടച്ച് വെച്ചിട്ട് വീണ്ടും ഒരു 10 to 15 മിനിറ്റ്സ് കുക്ക് ചെയ്യുക. വെജിറ്റബിൾസൊക്കെ കുറച്ചുകൂടി ഒന്ന് വെന്ത് വരാനായിട്ടുണ്ടായിരുന്നു എനിക്ക്. ഒരുപാടങ്ങ് വെന്തുടഞ്ഞ് പോകണ്ട. ഈ പൊട്ടാറ്റോ ഒക്കെ നല്ല രീതിയിൽ കുക്കായി സ്മാഷായി പോയാൽ ആ കറിക്ക് ആ ഒരു ടേസ്റ്റ് വരില്ല. ഓക്കെ, അപ്പോൾ ഒരു മീഡിയം അത്യാവശ്യത്തിൽ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ കുക്കായാൽ മതി. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നല്ലൊരു മണമൊക്കെ വരും കേട്ടോ. നല്ലൊരു മണമൊക്കെ വരും.
അതിനുശേഷം നമ്മൾ കസൂരി മേത്തി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഞാൻ ടേസ്റ്റ് ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണ്. കസൂരി മേത്തി ആൻഡ് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടും കറിവേപ്പില ഇങ്ങനെ തണ്ടോട് കൂടി വെച്ച് കൊടുത്തതേ ഉള്ളൂ. ചപ്പാത്തിയുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെ ഒക്കെ പോകുന്നൊരു സൂപ്പർ യമ്മി ടേസ്റ്റി കറിയാണിത്. ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ സുർജി വന്നതിന് ശേഷം വന്നാൽ പിന്നെ വർക്കിന് പോയിട്ട് ഓഫീസിൽ പോയിട്ട് വന്നാൽ പിന്നെ ഇവിടെ എല്ലാവർക്കും ഈ ചെണ്ടമേളമാണ്. കളി പിന്നെ അടിയാവും, അടി പിന്നെ കരച്ചിലാവും. ഇതൊക്കെയാണ് രാത്രി ഇവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ. സുർജി പിന്നെ കുറച്ച് കഴിഞ്ഞ് അവിടെ നിന്ന് ജോലി ചെയ്ത് ടയേർഡായിട്ടായിരിക്കും വരുന്നത്. ഇവിടെ വന്ന് എല്ലാവരുടെയും അടിയും കൂടി കൊള്ളുമ്പോഴത്തേനും നല്ലൊരു പരുവാവും. ഞാൻ ഈ വീഡിയോയിലൊരു കാര്യം കൂടി പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എന്തെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലൊക്കെ ഇതുപോലെ ഫ്രണ്ടിലോ അകത്തോ ഒക്കെ കാർപ്പറ്റൊക്കെ ഇട്ടിട്ടുണ്ടാവും. കാർപ്പറ്റോ ഇതുപോലെ മാറ്റോ ഗ്രീൻ മാറ്റൊക്കെ ഇട്ടിട്ടുണ്ടാവും. എൻ്റെ അവസ്ഥ എന്ന് വെച്ചാൽ ഞാൻ എന്നും ക്ലീൻ ചെയ്ത് വെയിൽ കാണിച്ച് തട്ടിക്കടഞ്ഞ് വൃത്തിയാക്കി ഇടുന്ന മാറ്റാണ്, ഡെയിലി ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഇതുപോലെ പാമ്പിൻ കുഞ്ഞ് കയറിയിരിക്കുന്നത് കേട്ടോ. മക്കളൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ഇതുപോലെ കാർപ്പറ്റോ മാറ്റോ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം. ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ എല്ലാവരും. ഇത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമല്ലേ. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ. അസ്സലാമു അലൈക്കും. ബൈ.